അതേപോലെ രാവിലെ തന്നെ ഒരു ചായ കുടിച്ചിട്ട് തുടങ്ങാമെന്ന് വിചാരിച്ചു. ചായ കുടിച്ചിട്ട് തുടങ്ങുമ്പോഴത്തേക്ക് ഒരു ആശ്വാസമാണ്. അപ്പോൾ എനിക്ക് ചായ എടുത്തുകൊണ്ടിരുന്നപ്പോഴാണ് കറക്റ്റ് അജ്മീർ എഴുന്നേറ്റ് വരുന്നത്. അങ്ങനെ അവനൊരു കപ്പ് ചായ കൊടുത്തു കേട്ടോ. അപ്പോൾ ഇന്ന് നമ്മൾ ചായക്ക് ഉണ്ടാക്കുന്നത് അപ്പവും അതുപോലെ തന്നെ കടലക്കറിയാണ്. കടലക്കറി നേരത്തെ തന്നെ ഉമ്മ ഉണ്ടാക്കി വെച്ചിട്ടുണ്ടായിരുന്നു. നമ്മൾ തലേദിവസം അരച്ച് വെച്ചിട്ട്, അതായത് നല്ല സ്പോഞ്ചപ്പം ഉണ്ടല്ലോ പുളിച്ച് വരുന്നത്, ആ സംഭവമാണ് കേട്ടോ. അങ്ങനെ അതെല്ലാം ഉണ്ടാക്കി വെച്ചിട്ടുണ്ട്. പിന്നെ എല്ലാവരും, അതായത് ഓരോരുത്തരായിട്ട് വന്ന് ചായ കുടിച്ച്, കുട്ടികളൊക്കെ ഉള്ളതുകൊണ്ട് എല്ലാവർക്കും ഒരുമിച്ചിരിക്കലൊന്നും നടക്കില്ല. അങ്ങനെ ചായ കുടിയൊക്കെ കഴിഞ്ഞിട്ട് പിന്നെ ഉച്ചക്കത്തേക്കുള്ള പരിപാടിയിലേക്കായി. അപ്പോൾ ഇത് നിതിമോൾ ഉപ്പായിട്ട് ഇരിക്കുന്നുണ്ട്. ഇപ്പോൾ അവൾ എല്ലാവരുടെ അടുത്തും പോകട്ടോ, കുഴപ്പമൊന്നുമില്ല. അഫിയാണെങ്കിൽ അപ്പുറത്തെ വീട്ടിലെ കുട്ടിയായിട്ട് നല്ല കളിയാണ്. അങ്ങനെ പയർ പുളിച്ചാറ് വെച്ചു, പിന്നെ മീനൊക്കെ പൊരിച്ച് വെച്ചിട്ടുണ്ട്. എന്നിട്ട് നമ്മളുണ്ടല്ലോ നേരെ പള്ളിയിലേക്ക് പോവാണ്. അജ്മീർ ഇല്ല കേട്ടോ, ബാക്കി ഞങ്ങളെല്ലാവരും ഉണ്ട്. പാണത്തൂർ പള്ളിയിലേക്കാണ് കേട്ടോ പോകുന്നത്. ഇവിടെ വരുമ്പോഴൊക്കെ നമ്മൾ പോകാറൊക്കെ ഉള്ളതാണ്. അങ്ങനെ അഫിയും അതുപോലെ തന്നെ നിതിമോളും ഉപ്പാടെ കൂടെ വരുന്നുണ്ട്. പിന്നെ ഞങ്ങളവിടെ കയറി യാസീനൊക്കെ ദുആ ചെയ്ത് നമ്മൾ തിരിച്ച് വീട്ടിലെത്തി കേട്ടോ.